ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ആൽബിനാലോന എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ബുഷ് ഓറഞ്ചിനെ കുറിച്ചാണ്. അപ്പോൾ എല്ലാവർക്കും ബുഷ് ഓറഞ്ചിൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ കാലാവസ്ഥയിലും മണ്ണിലും വളരെ വേഗത്തിൽ വളർന്ന് ഫ്രൂട്ട് ഉണ്ടാകുന്ന ഒരു വിദേശ ഇനമാണ് ബുഷ് ഓറഞ്ച് അഥവാ ചൈനീസ് ഓറഞ്ച്. വൈറ്റമിൻ സി ധാരാളം അടങ്ങിയിട്ടുള്ള ഒരു ഫ്രൂട്ടാണ് ബുഷ് ഓറഞ്ച്. സാധാരണയായി ചെറുനാരങ്ങയിലും വൈറ്റമിൻ സി അടങ്ങിയിട്ടുണ്ട് എങ്കിലും നാരങ്ങയിൽ സിട്രിക് ആസിഡ് ധാരാളമായി അടങ്ങിയിരിക്കുന്നതിനാൽ ശരീരത്തിന് ഏറ്റവും നല്ലത് ബുഷ് ഓറഞ്ച് കഴിക്കുന്നതാണ്. എല്ലാ കാലാവസ്ഥയിലും പ്രത്യേകിച്ച് ചൂടുള്ള കാലാവസ്ഥയിൽ ക്ഷീണത്തോടെ ഇരിക്കുന്ന ഒരു ആൾക്ക് ഇതിൻ്റെ ജ്യൂസ് കുടിക്കുകയാണെങ്കിൽ ചെറുനാരങ്ങയുടെ ജ്യൂസ് കഴിക്കുന്നതിനേക്കാൾ കൂടുതൽ ഉന്മേഷം അനുഭവപ്പെടുന്നതായി കാണുന്നുണ്ട്. നല്ല വെയിലും നീർവാർച്ചയുമുള്ള മണ്ണിൽ ഒരു ഓർണമെൻ്റൽ പ്ലാന്റായി കൂടി വീട്ടുമുറ്റത്ത് വളർത്താവുന്ന ഒരു ഫ്രൂട്ടാണ് ഈ ബുഷ് ഓറഞ്ച്. മരം നിറയെ പച്ച മഞ്ഞ കലർന്ന നിറങ്ങളിൽ ഫ്രൂട്ട് ഉണ്ടായിക്കിടക്കുന്ന കാഴ്ച ആരെയും അത്ഭുതപ്പെടുത്തുന്നത് തന്നെയാണ്. വെള്ളം കെട്ടിനിൽക്കാത്ത സ്ഥലങ്ങളിൽ ചെറുനാരങ്ങയേക്കാൾ കൂടുതൽ ഫ്രൂട്ട് ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതും ബുഷ് ഓറഞ്ചിൻ്റെ ഒരു പ്രത്യേകതയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ബുഷ് ഓറഞ്ച്. കണ്ട, ഇതിപ്പോൾ ഇതുപോലെ വലിയ നമുക്ക് ചട്ടികളിലോ അല്ലെങ്കിൽ വലിയ ഗ്രോ ബാഗുകളിലൊക്കെ വളർത്താൻ പറ്റിയ ഒരു ഫ്രൂട്ടിനമാണ്. അധികം സ്ഥലമില്ലാത്തവർക്ക് കൃഷി ചെയ്യാൻ പറ്റുന്നതാണ്. ഇത് കണ്ട, അധികം വലിപ്പം വെക്കില്ല. അതുപോലെ തന്നെയാണ് ഇത് ധാരാളമായിട്ട് ഉണ്ടാവും. കാരണം കണ്ടോ, ഇതിപ്പോൾ ഒരു ഇതിനകത്തേക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് കണ്ടോ, ഇത് ഇവിടെ പൂ കുത്തുന്നുണ്ട് കണ്ടോ. അതേപോലെ തന്നെ ഇവിടെ പഴുത്ത് പാകമായ ബുഷ് ഓറഞ്ച് ഇവിടെ ഉണ്ട് തന്നെ കണ്ടോ. ഇത് ഇവിടെ ഒക്കെ ഉണ്ട് കണ്ടോ. ഇങ്ങനെ ഇപ്പോൾ അതായത് നമുക്ക് ഒരേ അറ്റ് എ ടൈം എല്ലാം ഉണ്ടായി പോകുന്നില്ല എന്നുള്ളത് തന്നെയാണ് എൻ്റെ പ്രത്യേകത. പല സമയങ്ങളിലായിട്ട് പല വലിപ്പത്തിൽ അതേപോലെ തന്നെ പൂക്കളും കുത്തിയാണ് ഈ ബുഷ് ഓറഞ്ച് ഉണ്ടാകുന്നത്. ഇപ്പോൾ ഇതും നമ്മൾ കാന്താരിമുളകൊക്കെ ഇട്ട് നമ്മൾ ജ്യൂസ് പോലെ നമ്മൾ അടിച്ച് കഴിക്കുകയാണെങ്കിൽ ഭയങ്കര ടേസ്റ്റാണെന്ന് പറയണത്. അതേപോലെ തന്നെ ഈ ബുഷ് ഓറഞ്ച് കഴിച്ചതിന് ശേഷം മിറാക്കിൾ ഫ്രൂട്ട് കഴിക്കുകയാണെങ്കിൽ അതൊരു വളരെ പ്രത്യേക ടേസ്റ്റാണ്, പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ടേസ്റ്റാണെന്ന് പറയണത്. അങ്ങനെയൊക്കെ പ്രത്യേകതകളുള്ളതാണ് ഈ ബുഷ് ഓറഞ്ച്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ടേസ്റ്റ് നോക്കട്ടെ കേട്ടോ. നല്ല പുളിയാണ്. അതായത് ആ ചെറുനാരങ്ങയുടെ അതേ ഇതാണ്. നമുക്ക് ജ്യൂസൊക്കെ അടിച്ച് കുടിക്കാനും നമ്മുടെ വീട്ടിൽ ആരെങ്കിലും വിരുന്നാരൊക്കെ വരുമ്പോൾ നമുക്ക് വെള്ളം കൊടുക്കാനായിട്ട് ചെറുനാരങ്ങയ്ക്ക് പകരം സ്പെഷ്യലായിട്ട് ഉപയോഗിക്കാൻ പറ്റിയൊരു ഫ്രൂട്ടാണ് കേട്ടോ ബുഷ് ഓറഞ്ച്. ഇതിൻ്റെ ഉള്ളിലാണ് സീഡുണ്ട്, നമ്മുടെ ഓറഞ്ചിൻ്റെ അതേപോലെ തന്നെ ചെറിയ സീഡുണ്ട്. അതിനോടൊപ്പം നമുക്ക് കഴിക്കണമെങ്കിൽ പ്രശ്നമില്ല. അപ്പോൾ ഒരുവിധം നല്ല പുളിയാണ് കേട്ടോ ഇതിൻ്റെ ടേസ്റ്റ്. ഒരു പ്രത്യേക സീസൺ ആവശ്യമില്ലാതെ എല്ലായ്പ്പോഴും മരം നിറയെ ഉണ്ടാകുന്ന ബുഷ് ഓറഞ്ച് വീട്ടിൽ ഉണ്ടെങ്കിൽ വിരുന്നുകാർക്ക് നല്ലൊരു ഫ്രഷ് ജ്യൂസ് വീട്ടിൽ തന്നെ ഉണ്ടാക്കി കൊടുക്കാവുന്നതേ ഉള്ളൂ. ഒട്ടും സ്ഥലമില്ലാത്ത ആളുകൾക്ക് ടെറസിൽ, ഡ്രമ്മിലും ചെടിച്ചട്ടികളിലും മുറ്റത്തും കൃഷി ചെയ്യാവുന്ന ചുരുക്കം ചില ഫ്രൂട്ട് ഇനങ്ങളിൽ ഒന്നാണ് ബുഷ് ഓറഞ്ച്. നല്ല ഹൈബ്രിഡ് ഇനത്തിലുള്ള തൈകൾ ഇപ്പോൾ ലഭ്യമായതുകൊണ്ട് തന്നെ ഏകദേശം ഒരു വർഷത്തിനുള്ളിൽ തന്നെ ഫ്രൂട്ടുണ്ടാകുന്ന ബുഷ് ഓറഞ്ചുകൾ ഇപ്പോൾ വിപണിയിൽ തരംഗമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അധികം പരിചരണമൊന്നും വേണ്ടാതെ വളരെ വേഗത്തിൽ വളരുന്ന ബുഷ് ഓറഞ്ചിൽ മരം നിറയെ ഫ്രൂട്ട് ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതും മറ്റുള്ള ഫ്രൂട്ട് പ്ലാന്റുകളെ അപേക്ഷിച്ച് ഇത് വ്യാപകമായ രീതിയിൽ വീടുകളിൽ വളർത്തുന്നതിന് ഒരു കാരണമാണ്. ഫ്രൂട്ട് വെറുതെ കഴിക്കുമ്പോൾ നല്ല പുളി അനുഭവപ്പെടുന്നുണ്ടെങ്കിലും നമുക്ക് വിവിധ പാനീയങ്ങളിലും ഷെയ്ക്കായും മറ്റും ഈ ഫ്രൂട്ട് ഉപയോഗിക്കാവുന്നതാണ്. ഓറഞ്ച് പോലെ തന്നെ മഞ്ഞ നിറത്തിൽ ഉണ്ടാകുന്ന ഈ ഫ്രൂട്ടുകൾ എന്നാൽ ഓറഞ്ചിൻ്റെ അത്രം വലിപ്പം ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത.
അപ്പോൾ ബുഷ് ഓറഞ്ചിനെ കുറിച്ചുള്ള വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യണം, അതുപോലെ തന്നെ എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയുകയും ചെയ്യണം. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.